ആമയുടെ പ്രത്യുപകാരം. കടൽ തീരത്തെ ഒരു കുടിലിലാണ് മലേഷി എന്ന യുവാവും അമ്മയും താമസിച്ചിരുന്നത്. അമ്മേ, ഞാൻ കടലിൽ പോകുന്നു. ശരി മോനെ. അവൻ ദിവസവും കടലിൽ പോയി മീൻ പിടിക്കും. കിട്ടുന്ന മീനെല്ലാം ചന്തയിൽ വിൽക്കും. അങ്ങനെയിരിക്കെ ഒരു ദിവസം, ഹാവ്, ഇന്ന് ധാരാളം പണം കിട്ടി. ഇതുകൊണ്ട് പലഹാരങ്ങൾ വാങ്ങാം. അപ്പോൾ ദേ ഒരാമ, ഹ ഹ ഹ, കല്ലുകൊണ്ട് എറിയടാ. പാവം ആമ, അതിനെ ഇവരെന്തിനാണ് ഉപദ്രവിക്കുന്നത്? അവൻ കുട്ടികളുടെ അടുത്തേക്ക് പാഞ്ഞെത്തി. ദുഷ്ടന്മാരെ, ആ പാവത്തിനെ വെറുതെ വിടൂ. യോ, ഓടിക്കോ. അവൻ ആമയെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞു. ആഴ്ചകൾ കഴിഞ്ഞു. ഒരു ദിവസം, ചൂണ്ടയിൽ കുടുങ്ങിയതൊരാമയാണല്ലോ. നീ എന്നെ ഓർക്കുന്നുണ്ടോ? നീയാണ് എന്നെ വികൃതി കുട്ടികളിൽ നിന്നും രക്ഷിച്ചത്. പക്ഷേ എന്തിനാണ് നീ നിർത്തിയത്? അന്ന് എനിക്ക് പ്രതിഫലമായൊന്നും നൽകാൻ എനിക്കും കഴിഞ്ഞില്ല. ഇപ്പോൾ നിന്നെ ഞാനൊരു അത്ഭുത കൊട്ടാരത്തിലെത്തിക്കാം. അത്ഭുത കൊട്ടാരത്തിലോ? അതെ, കടലിലെ അത്ഭുത കൊട്ടാരം. വേഗം എൻ്റെ പുറത്ത് കയറിക്കോളൂ. അവൻ ആമയുടെ പുറത്ത് കയറിയിരുന്നു. ഹായ്, എന്തു രസം. മുറുകെ പിടിച്ചോണേ. ആമ അവനെയും കൊണ്ട് കുതിച്ചു പാഞ്ഞു. ഇതാ, നമ്മൾ അത്ഭുത കൊട്ടാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അത്ഭുത കൊട്ടാരത്തിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ആമക്കുട്ടനെ രക്ഷിച്ച നിനക്ക് എത്ര നാൾ വേണമെങ്കിലും ഈ കൊട്ടാരത്തിൽ കഴിയാം. നേരോ? അവൻ കൊട്ടാരത്തിനകത്ത് കടന്നു. വരൂ മലേഷി, ഞങ്ങളുടെ ഊണുമുറിയിലേക്ക് വരൂ. എൻ്റെ അമ്മയും ഗ്രാമത്തിലുള്ളവരുമെല്ലാം പട്ടിണിയിലാണ്. അവർ പട്ടിണി കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ വയറ് നിറയെ ആഹാരം കഴിക്കും? അതുകൊണ്ട് എൻ്റെ ഗ്രാമത്തിലുള്ളവർക്കും വയറ് നിറയെ ആഹാരം നൽകണം. ശരി, നീ ഭക്ഷണം കഴിക്കുമ്പോൾ അവരും നല്ല ആഹാരം കഴിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ, ഇതാ, വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ചോളൂ. ഹായ്, എത്ര മനോഹരമായ വസ്ത്രങ്ങൾ. പക്ഷേ എന്തു പറ്റി? ഞാനിവിടെ വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ച് നടക്കുമ്പോൾ എൻ്റെ അമ്മയും ഗ്രാമത്തിലുള്ളവരും കയറിപ്പറഞ്ഞ വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്. അവർക്കും നല്ല വസ്ത്രങ്ങൾ കിട്ടണം. ശരി ശരി, നീ ഇവിടെ നല്ല വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ നിൻ്റെ ഗ്രാമത്തിലുള്ളവരും നല്ല വസ്ത്രം ധരിക്കും. അടുത്ത ദിവസം, വില കൂടിയ ആഭരണങ്ങളാണിത്. എല്ലാം നിനക്കുള്ളതാ. അണിഞ്ഞോളൂ. പക്ഷേ ഞാനിവിടെ വില കൂടിയ ആഭരണങ്ങൾ അണിഞ്ഞു നടക്കുമ്പോൾ എൻ്റെ ഗ്രാമത്തിലുള്ളവർക്കും അത് കിട്ടുമോ? ഇതാ ഒരു പെട്ടി. ഇതിൽ ആര് തൊട്ടാലും അവർ പണക്കാരായി മാറും. നീ നന്മയുള്ളവനായതിനാൽ ഈ പെട്ടി നിന്നെ ഏൽപ്പിക്കുകയാണ്. നിന്റെ ഗ്രാമത്തിൽ നീ നന്മ വളർത്തുക. നന്ദി രാജകുമാരി. മലേഷി പെട്ടിയുമായി മടങ്ങി. അധികം വൈകാതെ അവൻ്റെ ഗ്രാമം സമ്പന്നമായി. മലേഷി അവരുടെ കാണപ്പെട്ട ദൈവവുമായി.